ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പുഴുങ്ങലരി വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഇതുപോലൊരു ബൗളിലേക്ക് ഞാനിവിടെ റേഷൻ പുഴുങ്ങലരിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഒരു 1.5 കപ്പോളം പുഴുങ്ങലരി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കതിൽ കൂടുതലായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അളവ് കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ റേഷൻ അരി ആയതുകൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് കഴുകണം. ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. നന്നായി കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് അരി കുതിർക്കാൻ വേണ്ടി വെക്കാം. നിങ്ങൾക്ക് വേഗത്തിലൊക്കെ കുതിർന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ കുതിർന്ന് കിട്ടും. ഞാനിത് തലേ ദിവസം രാത്രി കുതിർക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. അപ്പോൾ നന്നായി അരി കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് രാവിലേക്കാണെങ്കിൽ രാത്രി കുതിർക്കാൻ വെക്കുന്നതാണ് നല്ലത്. അല്ല ഇനിയിപ്പോൾ വൈകുന്നേരം രാത്രിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉച്ചയൊക്കെ ആകുമ്പോൾ കുതിർക്കാൻ വേണ്ടി വെച്ചാൽ മതി. അല്ല തിരക്കാണ് രാവിലെ പെട്ടെന്ന് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ കുതിർന്ന് കിട്ടും തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ കുതിർത്തെടുത്ത അരി ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ 1 കപ്പ് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറുപ്പൊന്നും പെടാതെ വേണം തേങ്ങ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1 കപ്പും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. തേങ്ങ കൂടുതലായി ചേർക്കരുത്, 1 കപ്പ് തേങ്ങ തന്നെ പാകമുള്ളൂ കേട്ടോ ഇതിന്. എന്നിട്ട് നല്ല പോലെ അരച്ചെടുക്കുക. അധികം തരികളൊന്നും ഇല്ലാതെ ആപ്പമാവൊക്കെ അരച്ചെടുക്കുന്ന രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിലിപ്പോൾ 2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അരച്ചെടുത്ത മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. മൊത്തത്തിൽ 2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മിക്സിയിൽ നമ്മൾ അരി അരച്ചതിൻ്റെ ഒക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളം ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ നല്ല വെള്ളം പോലെയാണ് നമ്മൾ മാവ് ആക്കി എടുക്കേണ്ടത്. അപ്പോൾ കണ്ടില്ലേ, അധികം തിക്കൊന്നും ഇല്ലാതെ നല്ല വെള്ളം പോലെ ലൂസായിട്ടാണ് മാവ് ആക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൽ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുതായി അരിഞ്ഞ സവാളയോ അല്ലെങ്കിൽ ക്യാരറ്റ്, ചീകിയെടുത്ത ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുക്കാം. ഇവിടെ കുട്ടികൾ ക്യാരറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിക്കാറില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ്. ഇതുപോലെ നല്ല ലൂസാക്കി എടുക്കണം കേട്ടോ. മാവ് തിക്കൊന്നും ഇല്ലാതെ വേണം ആക്കി എടുക്കാനായിട്ട്, അപ്പോഴാണ് നമുക്കിത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ പലഹാരത്തിനുള്ള മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു അടിപൊളി കറിയും കൂടെ ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് കുക്കറിലേക്ക് ഒരു 2-3 ഉരുളൻകിഴങ്ങ് അത്യാവശ്യം മീഡിയം സൈസിൽ കട്ട് ചെയ്തതാണ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. 1 സവാള നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് 1 തക്കാളിയാണ്. തക്കാളി ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. 2 പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഒരു 1.5 ടീസ്പൂണൊക്കെ മതിയാവും. പിന്നെ വേണ്ടത് ഇതിലേക്ക് മല്ലിപ്പൊടിയാണ്. ഞാനിവിടെ 1.5 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. രാവിലത്തേക്ക് തിരക്ക് സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ അത്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് കേട്ടോ. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു 2 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് വേവിക്കാൻ വേണ്ടി വെക്കുക. ഉപ്പൊന്നും ഇട്ട് കൊടുക്കരുത്. ഇപ്പോൾ ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉരുളൻകിഴങ്ങ് വെന്ത് കിട്ടാൻ കുറച്ച് സമയമെടുക്കും. ഉപ്പ് ചേർക്കാതെ നമ്മൾ പെട്ടെന്ന് വേവിച്ചെടുക്കണേ. 2 വിസിലിന് തന്നെ ഉരുളൻകിഴങ്ങ് മസാലയൊക്കെ നന്നായിട്ട് വെന്ത് വരും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് കുക്കർ അടച്ച് വേവിച്ചെടുക്കാം. നമ്മളിപ്പോൾ സ്കൂളിലേക്കൊക്കെ രാവിലത്തെ നല്ല തിരക്കുള്ള സമയത്ത് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് കേട്ടോ. നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ, ബൂരിൻ്റെ കൂടെ, ആപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. നമ്മൾ ചിക്കൻ കറിയൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റുള്ളതാണ്, പക്ഷേ ചിക്കൻ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുക്കർ അടച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ കുക്കറിൽ 2 വിസിലൊക്കെ വന്ന് വിസിൽ കളഞ്ഞ ശേഷം തന്നെ കുക്കർ തുറക്കുന്നുണ്ട്. ഉരുളൻകിഴങ്ങൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതേപോലെ ഉള്ളി മസാലയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിം ഇട്ടിട്ട് വേണം മുളക് പൊടി ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. ഇപ്പോൾ നന്നായി വൃത്തിയായി കഴുകിയെടുത്ത കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത ഉരുളൻകിഴങ്ങ് മസാല ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉരുളൻകിഴങ്ങ് വേവിച്ചെടുത്തതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പോൾ മൊത്തത്തിൽ ഇതിൽ ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് ഹൈ ഫ്ലെയിം ഇട്ടിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ഉരുളൻകിഴങ്ങ് ഒന്ന് ഉടച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. നമ്മൾ
ഭൂരിക്കൊക്കെ ഇഷ്ടം ഉണ്ടാക്കുമല്ലോ, അതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഉടച്ചൊക്കെ എടുക്കുക. നമ്മളെപ്പോഴും ഇങ്ങനെ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് കടുകിട്ട് താളിക്കുന്നതിനെക്കാട്ടിയും ഇങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂരിക്കൊക്കെ അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടും. ആ ചിക്കൻ കറിൻ്റെയൊക്കെ ഒരു ഫ്ലേവറിലാണല്ലോ കഴിക്കുന്നത്, അപ്പോൾ അവർക്കത് ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഞാൻ ഇത് ഒന്ന് തിളപ്പിച്ചിട്ടൊന്ന് കുറുക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കറി ഒന്ന് നല്ല തിക്കി ഗ്രേവി രൂപത്തിലായിട്ട് ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതുപോലെ ഒരു പാൻ ചൂടാവാൻ വേണ്ടി വെക്കുക, ദോശ പാന്. എന്നിട്ട് ചൂടായ പാനിലേക്ക് ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കുക. നന്നായി ചൂടായിരിക്കണം, അതുപോലെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കും വേണം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇൻഡാലിയത്തിൻ്റെയോ ഇരുമ്പിൻ്റെയൊക്കെയാണ് പാനെങ്കിൽ അതിലേക്ക് ഓയിലൊന്ന് ആക്കി കൊടുത്ത ശേഷം വേണം മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. ഞാനിപ്പം നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഓയിൽ ആക്കി കൊടുക്കാണ്ടിരുന്നത്. ഇനിയിപ്പോൾ മാവ് ഒഴിച്ചു കൊടുത്ത ശേഷം അതിൻ്റെ മീതെ നെയ്യോ വെളിച്ചെണ്ണ ഓയിലോ ആക്കി കൊടുക്കണമെങ്കിൽ അങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ ആക്കി കൊടുത്ത് കഴിക്കാനായിട്ട്. മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് എടുത്ത് മാറ്റാൻ തിരിച്ചിട്ട് കൊടുക്കൊന്നും വേണ്ട. അങ്ങനെ തന്നെ ബാക്കിയുള്ളതെല്ലാതും ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇത്. എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുഴുങ്ങലരി വെച്ചിട്ടുള്ള ഈ ഒരു ദോശ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോസായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.